11.5 രൂപക്ക് നമുക്ക് ഈ കണ്ടീഷനിൽ ഡിഫറൻസ് നമ്മൾ MKL അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഈ സൈഡ് അത്യാവശ്യം നല്ലൊരു മിനി SUV ടൈപ്പ് വാഹനങ്ങൾ, അതേപോലെ ലിവ ചെറുവാഹനങ്ങൾ നല്ലൊരു സൈഡ് ഉണ്ട്. ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് ടയോട്ടയുടെ നല്ലൊരു കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പ്രീമിയം വെഹിക്കിൾ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റിലായിട്ട് ആരെങ്കിലും കാണുന്നവർക്ക് ഫൈസൽക്ക നമ്മളെ ഒരു MKL ലൊക്കേഷനൊക്കെ പറഞ്ഞാണ് നിങ്ങൾ? അതായത് വെള്ളോമ്പ്രാണ്, പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ ആണ്. അതാണ് നമ്മളെ ഹൈവേ. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വെള്ളോമ്പ്രത്താണ് നമ്മളെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. വീഡിയോയുടെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രേ ഫിനിഷിംഗ് എന്നാണ് തുടങ്ങുന്നത്. അത് KL 84 നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ഒറിജിനൽ കേരള അല്ല അറിയാണ്. എങ്ങനെയായിരുന്നു ഫൈസൽക്ക മോഡല് കാര്യങ്ങളൊക്കെ? 2017 ആണ്. 2017 മോഡല്, 4 നല്ല ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നമുക്ക് ബ്ലാക്ക് വണ്ടി അല്ല. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 160 ഓടി. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടില ഇന്റീരിയർ ആണ്. അത് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, സൈഡ് സ്കേട്ടിങ്, അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നമ്പറൊക്കെ ആക്കിയിട്ടുള്ള ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വണ്ടി? നമ്മള് 13.4 പറയുന്നത്. 13.4 നമ്പറൊക്കെ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഏകദേശം ഒരു 1 രൂപക്ക് വണ്ടി ഇറക്കാല. തീർച്ചയായിട്ടും ട്രാക്ക് ഉണ്ടെങ്കിൽ. ഇനി ഒരു നേരെ ഒരു കുഞ്ഞരിച്ചുണ്ട്. ഇവിടെ ക്രിസ്റ്റകൾ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മൾ പരിചയപ്പെടാൻ പോകണം. അതിന് മുമ്പ് നമുക്ക് ഇതാണ് ഒരു ഗ്രേ ഫിനിഷിംഗിൽ ഒരു ടൈപ്പ് 4 വരുന്ന ഒരു ഇന്നോവയാണ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 ഇന്റീരിയർ നോക്കി നല്ല കിടില ഇന്റീരിയർ ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയില. ഫൈസൽക്ക ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 160 കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയില. അപ്പൊ നമുക്ക് അത്രയും ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ NOCയിൽ വേണമെങ്കിൽ നമുക്ക് 7 രൂപ കൊടുക്കാം. വെറും 7 രൂപക്ക് ചെയ്യാം. നമ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്പർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലോൺ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റൂല. ഇതൊരു കിടക്കാച്ചി ഐറ്റം ഉണ്ട്. ഇതിന്റെ പ്രൈസ് ഒക്കെ ആവണേ ഉള്ളൂ. നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്താണ് നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇതേതായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 G4 Plus ആട്ടോ. 2019 G4 Plus. അപ്പൊ കമ്പനി അലോയ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ സൈഡ് ഒക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഒരു പുതിയ വാഹനത്തിന്റെ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. 19 മോഡല്, അതും G4 Plus വണ്ടി. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് നിലവിൽ ഒരു വർക്കും ചെയ്യിക്കാനില്ല. പൈസ എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? ഇത് നമ്മൾ 14 രൂപ 14 രൂപക്ക് നമ്പറൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കില്ല. ഏഷ്യൻ ട്രാക്ക് ഒക്കെ ഒരു 1.5 രൂപ. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അതിൽ എന്നാണ് വണ്ടി എടുക്കുന്നത് അന്ന് മുതലുള്ള ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിൽ ഇൻക്ലൂഡിംഗ് ആയിരിക്കും. അടുത്ത ഒരു പേൾ വൈറ്റിൽ 2 ഐറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ടൈപ്പ് 3 കൺവേർട്ട് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഫുൾ കട്ട ടയേഴ്സ് വരുന്നുണ്ട്, കമ്പനി അലോയ്സ് വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 വണ്ടി കേട്ടോ. 2017 മോഡൽ. ഇത് ഓൺഷിപ്പ് കിലോമീറ്റർ ഓണർ ആണ് വരുന്നത്. 199 ഓടിയിട്ടുണ്ട്. G4 ആണ് വണ്ടി. ഓക്കെ. അതും പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അല്ലേ? അപ്പൊ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അത് A to Z ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഇത് പൈസക്ക് നമുക്ക് എത്ര രൂപ ചെയ്യാം? 13.4 പറയുന്നത്. നമ്പറൊക്കെ ആക്കിയിട്ട് 13.4 ചെയ്യാം. ട്രാക്കിന് 1 ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറങ്ങാം. അടുത്ത് വീണ്ടും നമുക്കൊരു പേൾ വൈറ്റ് ആണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് അത് നമുക്ക് കേൾട്ടണിലേക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 G4 Plus ആണ് വരുന്നത്. 2019 G4 Plus നമ്പറൊക്കെ ആയിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടില ഇന്റീരിയർ ആണ്. നമ്മളെ കിടില ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് കിലോമീറ്റർ 160 ഓടിയിട്ടുണ്ട്. 160 ഓടിയിട്ടുള്ളൂ. അതും G4 ആണ് വണ്ടി വരുന്നത്. അതും കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? നമ്മൾ 14 പറയുന്നത്. 14 നമ്പർ ആയതാണ്. കേൾട്ടണിൽ നമ്പറൊക്കെ ആക്കിയിട്ടാണ് 14. ട്രാക്കിന് 90 1 ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്താണ് ഒരു ഗ്രേ ഫിനിഷിംഗ് ആണ്. ഇത് നമ്പറൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 വണ്ടി അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 169 ഓടി. 169 ആണ് ഓടിയിട്ടുള്ളത്. ഇന്റീരിയർ ഒക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ അത്ര അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പൈസൽക്കാതെ എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? ഇത് നമ്മൾ ചോദിക്കുന്നത്, ഇത് നമ്മൾ പറയുന്നത് 13.3 G4 Plus ആയിട്ട് വരിക. G4 Plus ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി അലോയ്സ് ഒക്കെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന വണ്ടിയാണ്. ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ ഞങ്ങൾ 13.4 നമ്പറൊക്കെ ആയിട്ട് KL10 നമ്പറൊക്കെ ആയിട്ടുള്ളതാണ്. ട്രാക്ക് ഒക്കെ 90 1 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. എഗെയിൻ വീണ്ടും നമുക്ക് ഇതാണ് ഒരു പേൾ വൈറ്റ് തന്നെയാണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 ആണ്. 2018 വണ്ടി അല്ല? ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? G4 ആണ്.
അല്ല സോറി, ഇത് 2017 G4 ആണ്. 147 ഓടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കിലോമീറ്റർ എങ്ങനെയാണ്? 147. ഓൺഷിപ്പ് സിംഗിൾ ആണ്, ഫസ്റ്റ് ഓണർ ആണ് ഇത്. ഫസ്റ്റ് ഓണർ അല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 13.4 വരുന്നത്. 13.4 നമ്പർ ആക്കിയിട്ട് കൊടുക്കാം അല്ലെ. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു രൂപ 1 രൂപ വണ്ടി ഇറക്കാം കേട്ടോ. ഇനി സിൽവർ ഫിനിഷിംഗ് ആണ്, ടൈപ്പ് 3 കൺവേർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡലാട്ടോ. 2 ലക്ഷം ഓടിയിട്ടുണ്ട് വണ്ടി. ഫസ്റ്റ് ഓണർ ആണ്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് വില ഏകദേശം 13.4. അതിലൊക്കെ ഇതൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ടോ വണ്ടിയിൽ? ഇതൊന്നും ഫൈനൽ പ്രൈസ് അല്ലല്ലോ, നമ്പർ ആക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കും. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പറഞ്ഞില്ല, ഇൻഷുറൻസ് ഇതിലൊക്കെ പുതിയ ഇൻഷുറൻസ്. ഇതിപ്പോ ഈ ഒരു കണ്ടീഷനിലാണ് പൈസക്ക് 10 രൂപ കൊടുക്കാൻ പറ്റും. നമ്മൾ 13 രൂപ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് 13 രൂപ നമ്പർ ആക്കിയിട്ട് ഈ വണ്ടി 13 രൂപ നമ്പർ ആക്കാതെ ഇങ്ങനെയാണെങ്കിലോ നമ്പർ ആക്കാതെ നിങ്ങൾക്ക് ഏകദേശം ഒരു 11.5 രൂപക്ക് നമുക്ക് ഈ കണ്ടീഷനിൽ നമ്പർ ആക്കിയിട്ടാണെങ്കിൽ അതെ ടാക്സ് എമൗണ്ട് കൂടുന്നു. അടുത്ത നമുക്ക് വീണ്ടും ഒരു പേൾ വെയിറ്റ് തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 വണ്ടി കേട്ടോ. TS ആണ് വരുന്നത്, ഫസ്റ്റ് ഓണർ ആണ്. 2.15 ഓടുന്ന വണ്ടി. ഓക്കെ, എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? കാര്യങ്ങളൊക്കെ ഇതും അതേമാതിരി നമ്മൾ 13.4 ചോദിക്കുന്നത്. 13.4 നമ്പറൊക്കെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. വീണ്ടും നമുക്കൊരു പേൾ വെയിറ്റ് തന്നെയാണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 G4 ആട്ടോ. 2018 G4 ആണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വണ്ടിയാണ്. നല്ല ക്വാളിറ്റി, നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 1.40 ഓടിയുണ്ടോ. സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. ഇത് നമ്മളിപ്പോ നമ്പറായിട്ട് നമുക്ക് ഏകദേശം 13.5 രൂപ 13 രൂപ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഒരു സിൽവർ ഫിനിഷിംഗ് ആണ്. ഇത് ഏതായിരുന്നു മോഡല്? 2018 ആണ്. 2018. ഓപ്ഷൻ ഏതായിരുന്നു? G4 ആണ്. G4 ആണ് അല്ലെ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് കിലോമീറ്റർ 2.10 ഓടിയാണ്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഓണർ ആണ്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ വണ്ടികൾ. ഇതൊക്കെ നമുക്ക് നമുക്ക് ഒരു കേരള വണ്ടിന്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. തീർച്ചയായിട്ടും. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ പറയുന്നത് 13.5. 13.5 നമ്പറൊക്കെ ആക്കിയിട്ടാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. നമുക്ക് നിലവിൽ ഒരു വർക്കും ചെയ്യിക്കാനുണ്ടാവില്ല അല്ലെ. നേരെ വരിക, ഡീസൽ അടിക്കുക, അങ്ങ് പോവാ, ഒന്നുമില്ല. അത്രയും നമുക്ക് ഒരു കേരള വണ്ടിന്റെ അതേ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികളാണ്. അതൊക്കെ നിലവിൽ നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വണ്ടിയാണ് അല്ലെ. അടുത്ത തവണ വീണ്ടും നമുക്കൊരു കിട്ടുന്ന വണ്ടിയാണ്. ഇത് ഒറിജിനൽ കേരളാണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. 2016 മോഡൽ വണ്ടി. നല്ല അഡീഷണൽ ആയിട്ട് നല്ല കോസ്റ്റ് ആയിട്ട് അലോയ്ക്ക് ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. 30 ഓടിയിട്ടുള്ള ആകെ ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അല്ലെ. നമുക്കൊരു പക്ക ഒരു കേരള വണ്ടിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും ഗ്യാരണ്ടി തരാൻ പറ്റുന്ന വണ്ടിയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു കോസ്റ്റ് ആയിട്ട് അലോയ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ് അല്ലെ. Z ആണോ G4 ഓട്ടോമാറ്റിക്? G4 ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ നമ്പറൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. ഒരു കേരള വണ്ടിന്റെ ക്വാളിറ്റി പറയാൻ പറ്റുന്ന വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? 13.4 ഒരു ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. അഗൈൻ വീണ്ടും നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019-20 വണ്ടിയാണ്. 20 രജിസ്ട്രേഷൻ ഉണ്ട്. ഇത് ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇത് G4 ആണ് വരുന്നത്. G4 ആണ്. അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ബ്രിഡ്ജിസ്റ്റോണിന്റെ ടയേഴ്സ് ആണ്. 4 അത്യാവശ്യം നല്ല ഫുൾ കട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. പൈസക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 14.5 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്പറൊക്കെ ആയിട്ടുള്ള പ്രൈസ് ആണ്. 19-20 മോഡല് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 1.5 രൂപ വണ്ടി ഉണ്ടാവും. എഗെയിൻ വീണ്ടും നമുക്കൊരു കിഡ്ല കളറാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2018 ആണ്. 2018. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇത് G4 ആണ് വരുന്നത്. G4 തന്നെയാണ് വരുന്നത്. നിലവിൽ KL84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ്. ഇന്റീരിയറൊക്കെ നോക്കി നല്ല ഫെഡ ഇന്റീരിയർ ആണ്. അത്ര നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പിന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്. G4 പ്ലസ് വണ്ടിയാണ് അല്ലെ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 13.5 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്പറൊക്കെ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഒരു ഇന്നോവന്റെ പ്രൈസിന് നമുക്കൊരു ക്രിസ്റ്റാണോ ഉണ്ടാവും. അതൊരു 1 ലക്ഷം രൂപ വണ്ടി ഇറക്കാം. അത് വീണ്ടും നമുക്കൊരു സിൽക്കി ഗോൾഡിൽ ഒരു ഇന്നോവയാണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 ആട്ടോ. 2016 മോഡൽ. അതായത് നമ്മളെ ഇന്നോവയുടെ ലാസ്റ്റ് ജനറേഷൻ എന്ന് പറയാം. 16 മുതലാണ് നമുക്ക്. ഇതിന് ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പെട ഇന്റീരിയർ ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 16 മോഡൽ എന്ന് പറയുമ്പോൾ അതിന്റെ നമുക്ക് ഇന്നോവന്റെ ലാസ്റ്റ് ജനറേഷൻ ആണെന്ന് പറയും. അപ്പൊ ഇതൊക്കെ അന്വേഷണം നടക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പൈസ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വണ്ടി? 9 ലക്ഷം രൂപ. 9 ലക്ഷം രൂപയ്ക്ക്
16 മോഡല് ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത് കാണേക്കാട് ഉഷാർത്ത് ഓടിക്കാനാണ്. അത്രയും പക്ക പെർഫെക്റ്റ് വണ്ടിയാണ് അല്ലെ. ഓൺഷിപ്പ് സിംഗിള്. അതെ, നിലവിൽ നമ്പറൊക്കെ സെക്കൻഡ് ഓണർ ആവും. നമുക്ക് നമ്പർ ആക്കിയിട്ട് എത്ര രൂപ ചെയ്യാൻ പറ്റുമോ? നമ്പർ ആക്കിയിട്ടാണ് ഇപ്പോൾ ഈ പ്രൈസ് 9 ലക്ഷം രൂപ ചെയ്യാം. ഒരു 1 ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് വണ്ടി ഇറക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ടയോട്ടന്റെ കളക്ഷൻസ് മാത്രമാണ് പരിചയപ്പെട്ടത്. ഇത് കൂടാതെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് SUV, മിനി ടൈപ്പ് SUV, ഹാഷ് ബാക്ക് നല്ലൊരു കളക്ഷൻ ആയിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട്. പെരുന്നാളിന് 2-3 ദിവസങ്ങളേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട. ഫ്രണ്ട്സ് ഒക്കെ വാഹനം എടുക്കാൻ നോക്കുന്നെങ്കിൽ ഒരു 1.5 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു ഇന്നോവന്റെ പ്രൈസിൽ നമുക്ക് ക്രിസ്റ്റകൾ ഇവിടുന്ന് അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. നമ്മുടെ ലൊക്കേഷൻ വന്ന് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പുറത്താണ്. MKL യൂസ് കാസ്. വീഡിയോ നമ്പർ കണ്ടിട്ടുണ്ടോ? മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. റിയാസൻ ഫൈസൽ ക സൈനിങ് ഓഫ്.